അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, അന്ന് ജീവിച്ചിരുന്ന ഉമയ്യ ഇബ്നു അസാക്കിർ, അദ്ദേഹത്തിന്റെ മകന്റെ പേര് കിലാബ് എന്നാണ്. ഈ ഉമയ്യത്തും കിലാബും അവർ രണ്ടുപേരും ബാപ്പയും മോനുമാ. ഭയങ്കര ബന്ധമായിരുന്നു, ഊഷ്മളമായ ബന്ധം, വല്ലാത്തൊരു സ്നേഹം. നിങ്ങൾ വിചാരിക്കും വാപ്പയും മോനും ബന്ധം ഉണ്ടാവുമല്ലോ, അല്ല. അതിനെയൊക്കെ കടത്തി വെട്ടുന്ന തരത്തിൽ വാപ്പാക്ക് വേണ്ടി മരിക്കുന്ന മക്കൾ അങ്ങനെ ചിലരുണ്ട് നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അള്ളാഹു അവർക്ക് അവരുടെ സ്വർഗപ്പൂന്തോപ്പിൽ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാപ്പാക്ക് വേണ്ടി പണിയെടുക്കുന്ന മക്കൾ, വാപ്പാന്റെ നിഴലായി വർത്തിക്കുന്നവൻ. വാപ്പ 2 ദിവസം പനിച്ചു കിടന്നാൽ വാപ്പയെടുത്ത ഡ്യൂട്ടി അതിനേക്കാൾ മനോഹരമായി എടുത്തു വെക്കുന്നവൻ. അങ്ങനെയുള്ള മകൻ, അങ്ങനെയുള്ള ഒരു മകനായിരുന്നു കിലാബ്. എന്നാൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഈ ജിഹാദ് ചെയ്യാനായിട്ട് കിലാബ് പോവാണ്. വാപ്പാക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന മോനാണ് ഈ കിലാബ്. അങ്ങനെ ആ പോക്ക് ഈ മാതാപിതാക്കൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കി. മോന്റെ ആ മിസ്സിംഗ് വല്ലാതെ അവർക്ക് ബേജാറായി. എന്നിട്ട് ഉമയ്യത്ത് ഇബ്നുൽ അസാക്കിർ എന്ന മനുഷ്യൻ എന്ത് ചെയ്തു? സങ്കടപ്പെട്ടു വല്ലാതെ. എത്രത്തോളം എന്ന് വെച്ചാൽ, നേരത്തെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാതായപ്പോ ഖുർആൻ പറഞ്ഞില്ലേ, എന്താ? കരഞ്ഞ് 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 യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ച പോയിന്ന. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ കിലാബ് പോയല്ലോ, മരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ കിലാബിന്റെ ആ അകൽച്ച, സങ്കടം കാരണത്താൽ കരഞ്ഞ് കരഞ്ഞ് ഇദ്ദേഹത്തിന്റെ കാഴ്ച പോകുന്ന അവസ്ഥ ഉണ്ടായി. അത്രത്തോളം സങ്കടമുണ്ടായി. അങ്ങനെ യൂസുഫ് അലൈഹി ഈ കിലാബ് ഇല്ലാത്തതിന്റെ വിഷമം അദ്ദേഹം എന്ത് ചെയ്യാണ്? ഉമർ ഇബ്നു ഖത്താബിന്റെ ഭരണകാലത്ത് ഉമറിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് എന്ത് ചെയ്തു? ഈ കിലാബിനെ വരുത്തിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളും മാതാപിതാക്കളും തമ്മിൽ വലിയ ബന്ധമാണല്ലോ, നിങ്ങൾ ഇല്ലാത്തതിന്റെ പ്രയാസങ്ങൾ അവർക്കുണ്ടല്ലോ, എന്തായിരുന്നു കാര്യം എന്നൊക്കെ പിന്നെ ചോദിച്ചു. അപ്പോ കിലാബ് പറയാണ്, ഉമയ്യത്തുബ്നു ഈ അസാക്കിറിന് അവർക്ക് എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു, എല്ലാം. അദ്ദേഹം ബാപ്പാന്റെ ഒട്ടകം ഈ വെള്ളം കൊണ്ട് കഴുകി ക്ലീനാക്കി വെയിറ്റ് ചെയ്ത് ആ ചുരത്തുന്നത് വരെ സമയമെടുത്ത് ആ പാല് ചുരത്തുന്ന ഘട്ടത്തിൽ പരമാവധി കാർന്നെടുത്തിട്ട് പിന്നെ പാല് എടുത്തിട്ട് ബാപ്പനെ കൊണ്ട് കുടിപ്പിക്കുന്ന ഒരു മോനായിരുന്നു ഈ കിലാബ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം അതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എടുത്തു തരുന്ന മോനായിരുന്നു. ഇപ്പൊ ഓനില്ല. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിൽ ആ ഒരു സംഗതി പറയുന്നുണ്ടല്ലോ. പിന്നീട് ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂട്ടുകാര് യൂസുഫ് നബി ഉണ്ടായിരിക്കുന്ന സ്ഥലത്തെത്തുകയും യൂസുഫിനെ കണ്ടെത്തുകയും എന്നിട്ട് വാപ്പ സങ്കടത്തിലായ കഥ അവര് മാറി. ആളുകൾ, സഹോദരങ്ങളൊക്കെ മാറിപ്പോയി. അവർക്ക് അത്ഭുതം കൂറി. അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൊസിഷനൊക്കെ കണ്ടിട്ട് അത്ഭുതം കൂറി. അള്ളാഹു രക്ഷപ്പെടുത്തിയതൊക്കെ. അങ്ങനെ പിന്നെ യൂസുഫ്, നിങ്ങൾ മിസ്സായ അന്നു മുതൽ വാപ്പ സങ്കടത്തിലാണ്, അത് കാരണത്താൽ വാപ്പാന്റെ കാഴ്ച പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുപ്പായം കൊടുത്തയക്കുന്ന കഥ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. സുബ്ഹാനല്ലാഹ്. ഈ കുപ്പായം വാപ്പാക്ക് എത്തിക്കുക. ഇന്നി ലഅജിദു റീഹ യൂസുഫ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ കുപ്പായം എത്തിയതോടുകൂടി തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തുണ്ടായി എന്ന് വെച്ചാൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കിലാബിനെ വിളിപ്പിച്ചു. കിലാബിനോട് കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ കിലാബിനോട് ഉമർ ഇബ്നു ഖത്താബിന്റെ അടുക്കലുള്ള ഒട്ടകത്തെ കറക്കാൻ പറഞ്ഞു. അങ്ങനെ ഒട്ടകത്തെ കറന്ന് ആ പാലുമായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വാപ്പന്റെ അടുക്കലേക്ക് പോവുകയാണ്. വാപ്പ ഇങ്ങനെ പാലെടുത്തിട്ട് മുഖത്തേക്ക് ഉയർത്തിയിട്ട്, അപ്പൊ ഉമർ ഇബ്നു ഖത്താബും അനുയായികളും തന്റെ പരിചരന്മാരും ഒക്കെ ഉണ്ട്, കൂടെ പ്രജകളായ ആളുകൾ കൂടെയുണ്ട്, ഡ്യൂട്ടിയുള്ള ആളുകളുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് കിലാബ് കാർന്നെടുത്ത പാല് ചുരത്തിയ പാലുമായിട്ട് ഈ വാപ്പന്റെ അടുത്ത് പോയിട്ട് വാപ്പ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി മുഖത്തേക്ക് ഇങ്ങനെ ഉയർത്തിയപ്പം വാപ്പന്റെ കണ്ണ് നനഞ്ഞു. വാപ്പ കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലഅജിദു റീഹ കിലാബ്, ഞാൻ എന്റെ മോനെയാണ് മണക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു ഖത്താബും കൂടെയുള്ള എല്ലാവരും കരഞ്ഞുപോയി എന്നാണ് ചരിത്രം. അതായത് മകന്റെ ഗന്ധം, ആ മകന്റെ സാന്നിധ്യം, അത് കൃത്യമായി അറിഞ്ഞു ജീവിച്ചൊരു വാപ്പ നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിലാണ്. മകന്റെ ഗന്ധം, അതാണ് നമ്മൾ പറയുന്നത്. ഓനുണ്ടെങ്കിൽ അത് കിട്ടുമായിരുന്നു, ഓനുണ്ടെങ്കിൽ
എപ്പോഴോ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാകുമായിരുന്നു. ഓനാണെങ്കിൽ അത് വൃത്തിയിലാകുമായിരുന്നു എന്ന് പറയുന്ന വാപ്പുണ്ടാവും നമുക്ക്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി അതാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് മകന്റെ ഗന്ധം. അങ്ങനെ തന്നെ അതിന് പറയാൻ കഴിയുള്ളൂ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് സൂറത്ത് യൂസുഫിൽ നമ്മൾ പറഞ്ഞു. ഈ ഹദീസിൽ, ഈ ചരിത്രത്തിൽ അദ്ദേഹവും അതേ വചനമാണ് പറയുന്നത്. ഇന്നീ ലഅജിദു റീഹ കിലാബ്. ഈ പാലല്ല അയാൾക്ക് മണക്കുന്നത്, മോനെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഭക്ഷണപ്പൊതിയും നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന എന്തുമാവട്ടെ, നമ്മൾ വിചാരിക്കും വാപ്പക്കെന്തിനാ വാച്ച്, വാപ്പക്കെന്തിനാണ് ഇത്ര നല്ല ചെരുപ്പ് അവിടെ കിടന്നുറങ്ങുന്നത്. പക്ഷെ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു, ജീവനും ഇങ്ങോട്ട് ഇരട്ടിയാവും, ആരോഗ്യം അങ്ങോട്ട് ഇരട്ടിയാവും. നമ്മൾ പോയാ മതി, നമ്മളെ പണം അവർക്ക് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരുടെ അടുത്തിരുന്നാ മതി. കുട്ടികളെ പോലെ ഇരുന്ന് കഥ പറഞ്ഞ് ചിരിച്ച് രസമാക്കി. അതാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ. അവിടേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു നന്മയാണത്. നമ്മളെല്ലാവരും ആ നന്മ എടുക്കുന്നവരാ. അള്ളാഹു പ്രതിഫലം നൽകുമാറാവട്ടെ. പിതാക്കൾക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുക്കുന്നവരാ നമ്മൾ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഡെപ്തിലേക്ക് നമ്മൾ പോകണം. ആ ഒരു ഡെപ്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് സ്നേഹം അവർക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുക. അവിടേക്ക് നമ്മൾ പോകണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയ പലരുമുണ്ട്. അള്ളാഹു അവർക്ക് അവന്റെ ജന്നാത്തുൻ നഈമിൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യം ഇല്ലാതെ രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്ന ബാപ്പയും ഉമ്മയുള്ളവരാ നമ്മൾ. അള്ളാഹുവേ, അവരുടെ പ്രയാസങ്ങൾക്ക് പകരം അവരുടെ എല്ലാ തിന്മകളും നീ മായ്ച്ചു കൊടുത്ത് ഇവിടെ നിന്ന് സ്ഫുടം ചെയ്ത് മുഅ്മിനുകളായി ഉയർത്തപ്പെടുന്ന, മരണപ്പെടുന്ന ആളുകളിൽ നീ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ.